നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഗർഭധാരണം ഒരു രോഗാവസ്ഥയാണോ എന്നൊരു ചോദ്യമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ മധുരവല്ലി തമ്പിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, സാധാരണഗതിയിൽ ഒരു കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഏതൊരു ദമ്പതികൾക്കും ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഗർഭധാരണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിച്ചതിന് ശേഷം എപ്പോഴും ഗർഭധാരണം ഒരു കിടക്കയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആക്ടിവിറ്റിയിൽ നിന്നും മാറി, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ദിനചര്യയിൽ നിന്നും മാറി ഒരു അസുഖാവസ്ഥ പോലെ എനിക്ക് നടക്കാമോ, ഭക്ഷണം കഴിക്കാമോ, അത്തരം ഒരു ബേസിക് കാര്യങ്ങളിൽ പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഗർഭധാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു രോഗാവസ്ഥയായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ഒരു വീട്ടിൽ 10ഉം 11ഉം ഒക്കെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സബ്ജക്റ്റ് അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. കാരണം ഇതൊരു ദിവസവും നമ്മൾ പ്രാക്ടീസിൽ ഫേസ് ചെയ്യണ ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ഗർഭധാരണം ഒരു സൂക്കേടായിട്ട് കരുതി വച്ചിരിക്കുവാണ്. അപ്പം ഞാനൊരു സ്റ്റോറിയിലേക്ക് കിടക്കാം. ഇന്നലെ ഒരു പേഷ്യൻ്റ് വന്നു ഹസ്ബൻഡുമായിട്ട്. 14-ാം തീയതിയാണ് അവർക്ക് മെൻസസ് ആയത്. അപ്പോൾ ഓണത്തിൻ്റെ ദിവസം ഓവുലേഷൻ ടൈമാണ്. അതിൻ്റെ അമ്മായിക്കാണെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ഷീ നോസ് വെരി വെൽ. ഈ 14-ാമത്തെ ദിവസം ഓവുലേഷനാണ്. അപ്പം അതിൻ്റെ വീട് കിളിമാനൂരാണ്. മോളെ, നിനക്ക് ഈ ഓണത്തിനങ്ങൊന്നും പോകാൻ പറ്റില്ല. കാരണം എന്താ അറിയാമോ, ഇത് നിന്റെ ഓവുലേഷൻ ടൈമാണ്. ഈ പ്രാവശ്യം പോയി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഗർഭധാരണത്തിന് സാധ്യം മാത്രമല്ല, അബോർഷനായി പോകും. ആ കുട്ടിക്ക് ഭയമായി ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ സമയത്ത് തലകുത്തി മറിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. ഇയാളുടെ അമ്മായിക്ക് ഇയാളെ ഓണത്തിന് അങ്ങോട്ട് വിടാൻ ഇഷ്ടമില്ല. ഇതാണ് സംഗതി. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആ കുട്ടി ഗർഭിണിയായെന്ന് വെച്ചോ, പിന്നെ അതിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സീരിയലായ ചന്ദനമഴ കാണിക്കും പോലെ വലത്തുവശത്തുനിന്നും ഇടത്തുവശത്തുനിന്നും ഒക്കെ ആഹാരം കൊടുക്കലും, പിന്നെ എനിക്കറിയില്ല എന്തൊക്കെയോ കാണിക്കുകയാണ്. അപ്പോൾ ഇതെന്തോ സംതിങ് നടക്കും പോലെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും മാഡം, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ എന്നുള്ള നിലയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിക്കഴിഞ്ഞു, യുവ തലമുറ മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ 3, മാക്സിമം 3. അപ്പോൾ പണ്ട് നാളിലുള്ള 10ഉം 11ഉം കുട്ടികളിലേക്കുള്ള ഒരു ചിന്ത പോലും ഇപ്പോഴത്തെ ജനറേഷനില്ല. തീർച്ചയായിട്ടും ഇല്ല. അപ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഗർഭധാരണത്തിനോടനുബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ പഴയ തലമുറയെ കാട്ടി കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം നോ എന്നതിന്റെ ആൻസർ പറയുമോ? ഞാൻ യെസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട്. ഒന്നാമത്തെ കാര്യം, അന്നത്തെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണ്. രണ്ടാമത്തെ, അവർക്ക് ഗർഭം ധരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഓഫീസ് വർക്ക് ചെയ്യാൻ പറ്റില്ല, ലീവ് എടുക്കാൻ പറ്റില്ല, അങ്ങനെ പ്രത്യേകിച്ച്. പിന്നെ ഇപ്പോഴത്തെ ജീവിത രീതി എന്ന് വെച്ചാൽ, പണ്ടാണെങ്കിൽ അമ്മായി കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബമാകുമ്പോൾ എല്ലാ പേരും കൂടെ സഹായിക്കും. പുള്ളി അതിനകത്ത് ഒരു പാർട്ടാണ്. അപ്പം ആഹാരം ഇഷ്ടമുള്ളത് കഴിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ധാരാളം മോഡേൺ ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഗ്യാസ് ഉണ്ട്, ഗ്രൈൻഡറുണ്ട്, പൈപ്പുണ്ട്, എല്ലാം കൂടെ ആയപ്പോൾ ജോലി കുറവാണ്. പക്ഷേ ചെയ്യാനുള്ള സമയമില്ല. പിന്നെ ന്യൂക്ലിയർ ഫാമിലിയായി, ഭാര്യയും ഭർത്താവും മാത്രം. പ്രത്യേകിച്ചും ടെക്നോ പാർക്ക്, ഇമ്പോസിസിലെല്ലാം ജോലി ചെയ്യുന്ന പേഷ്യൻസ് എനിക്ക് വരുന്നുണ്ട്. അവർക്ക് ജോലിയും ചെയ്യണം, ജീവിത രീതിയും വളരെ പ്രയാസമാണ്. പിന്നെ ജങ്ക് ഫുഡും അതും ഇതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, ഈ കുട്ടിയെ കൊടുക്കാൻ സാധിക്കുമോ, അതൊരു ടെൻഷനാണ്. അപ്പോഴേക്കും അവർ ഡോക്ടറെ അടുത്ത് വന്ന് 100,000 ക്വസ്റ്റ്യനാണ്. പിന്നെ കഴിക്കുന്ന ആഹാരങ്ങൾ, സകല ആഹാരങ്ങളിലും സംശയമാണ്. എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ, അതൊരു സംശയമാണ്. അങ്ങനെ അവർ ടെൻസാണ്. പണ്ടത്തെ റിലാക്സ്ഡ് അല്ല. തീർച്ചയായിട്ടും മാഡം, ഗർഭധാരണത്തിനോടനുബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ നോർമലി ചിലപ്പോൾ ജോഗ് ചെയ്യുന്നുണ്ടാവും, നടക്കുന്നവരുണ്ടാവും, ഒരു ലോങ് യാത്രകൾ ഫ്ലൈറ്റിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും വളരെ ദൂരം യാത്ര ചെയ്യുന്നവരുണ്ടാവും, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി, അല്ലെങ്കിൽ ഇരുന്ന് കമ്പ്യൂട്ടറിന് മുന്നിലായിരുന്നാലും അല്ലെങ്കിലും ഫിസിക്കലി സ്ട്രെയിൻ ഉണ്ടാകുന്ന ജോലികൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഗർഭധാരണത്തിനോടനുബന്ധിച്ച് ഒരു ബോർഡർ ലൈൻ, എനിക്ക് ഇന്നത് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ചെയ്തുകൂടാ എന്നൊരു ബോർഡർ ലൈൻ വരയ്ക്കേണ്ടത് ആവശ്യമുണ്ടോ? ഒരു എക്സ്റ്റെൻഡ് വരെ. വർക്ക് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ക്യാരിയിങ് ടൈമിൽ തന്നെ ഞാൻ മെഡിക്കൽ ഓഫീസറായിരുന്നു. അപ്പോൾ ഞാൻ അന്നും ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ സിസേറിയൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഡിസ്ട്രക്റ്റീവ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല വർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആ വർക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമുള്ള വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ഷീണം ആദ്യം വരില്ല. അതൊന്ന്.
പിന്നെ രണ്ടാമത് ഈ ബോസുമാരുടെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൂടുതലായിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കിനേക്കാളും. അതൊരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ സഹിക്കാൻ പിന്നെ ട്രാൻസ്ഫർ, പിന്നെ ലോങ് ജേർണി, പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ അമ്മായി ശരിയല്ല, പിന്നെ മറ്റേ ഡോട്ടറില്ല ശരിയല്ല, അപ്പോൾ ഫാമിലി കോൺഫ്ലിക്ട്സ്, അപ്പോൾ സ്വസ്ഥത കാണില്ല. പിന്നെ ഭർത്താവും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ഫേസ് അഗെയിൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഇതൊക്കെ എന്തുമാത്രം നമുക്ക് അവോയ്ഡ് ചെയ്ത് ഇതിനെപ്പറ്റി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് ഷീ ഷുഡ് സെലക്ട് ഹെർസെൽഫ്. ആൻഡ് റിലേറ്റീവ്സും കുറേ അവയർനെസ് ആയിരിക്കണം. തീർച്ചയായിട്ടും ഈ ഗർഭധാരണത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് അതിന്റെ തുടക്കത്തിലൊക്കെ എന്ത് ഭക്ഷണം കഴിക്കണം, എന്റെ കുട്ടിക്ക് ഏത് ഭക്ഷണമാണ് നല്ലത്, ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ന് കുടുംബപരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു രീതി നമുക്കുണ്ടോ? യഥാർത്ഥത്തിൽ പപ്പായ കഴിക്കരുത്, പൈനാപ്പിൾ കഴിക്കരുത്, അത്തരത്തിൽ ഒരു ഭക്ഷണത്തിന് ഒരു നിയന്ത്രണം, ചില പ്രത്യേക ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുത്, ഗർഭധാരണം അല്ലെങ്കിൽ ഗർഭിണിയാകാൻ പോകുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഗർഭധാരണം കഴിഞ്ഞ അമ്മയോ ഇത്തരം ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതും ചില പ്രത്യേക ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കേണ്ടതുമുണ്ടോ? ഒരു ഡോക്ടറെ അടുത്ത് ഒരു ഏർലി പ്രഗ്നൻസി ലേഡി വന്നു കഴിഞ്ഞാൽ അവരെ തല തൊട്ട് കാലുവരെ അവരെ ശ്രദ്ധിക്കണം. നിരീക്ഷണങ്ങൾ, അതായത് അവരുടെ ഹൃദയമിടിപ്പ്, വേറെ എന്തെങ്കിലും രോഗമുണ്ടോ, പിന്നെ പാരമ്പര്യമായിട്ട് വല്ല രോഗമുണ്ടോ, ആ കുട്ടി അഥവാ നമ്മൾ തന്നെ അറിയാതെ കല്യാണത്തിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അറിയാതെ എന്തെങ്കിലും മെഡിസിൻസൊക്കെ പല രോഗങ്ങൾക്കും കഴിക്കുന്നുണ്ടോ, ഇതെല്ലാം ഡോക്ടർ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്ത്രീക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എപ്പോഴും സാൾട്ട്, ഫാറ്റ് ആൻഡ് സ്വീറ്റ് റെസ്ട്രിക്റ്റഡ് ഡയറ്റ്. സാൾട്ട് എന്ന് വെച്ചാൽ ഉപ്പ് ഉള്ള ആഹാരങ്ങൾ, അതായത് പപ്പടം പൊരിക്കുക, പിന്നെ മീൻ പൊരിക്കുക, മാംസം പൊരിക്കുക, പൊരിച്ച വെജിറ്റബിൾ ചിപ്സ് ഐറ്റംസ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ പിക്കിൾസ്, എല്ലാവിധത്തിലുള്ള പിക്കിൾസും റെസ്ട്രിക്റ്റഡ് എന്നേ പറഞ്ഞോളൂ. പിന്നെ എണ്ണ പലഹാരങ്ങൾ, പിന്നെ സ്വീറ്റ്സും കുറയ്ക്കണം. കഴിയുന്നതും പിന്നെ പഴവർഗ്ഗങ്ങൾ നല്ലതാണ്. പഴവർഗ്ഗങ്ങൾ നല്ലതാണെങ്കിൽ എല്ലാ പഴങ്ങളും കഴിക്കാം. പക്ഷേ ഗ്രേപ്സ് കഴിക്കേണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം മാക്സിമം ഗർഭിണികൾ ഇഷ്ടപ്പെടുന്ന ആഹാരമാണ് ഗ്രേപ്സ്. ഒരു പുളിയുണ്ട്, ഒരു മധുരമുണ്ട്, നല്ല രസമാണ്. പക്ഷെ അത് കഴിക്കാൻ പാടില്ലാത്ത എന്താ വെച്ചാൽ അത് നിറച്ചു ഈ എൻഡോസൾഫാൻ പെസ്റ്റിസൈഡ് അടിച്ച് അതിന് വിഷം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈച്ച പോലും അതിൻ്റെ അടുത്ത് ചെല്ലില്ല. അപ്പോൾ അത് കഴിച്ചിട്ട് അബോർഷനായ കുട്ടികളും കൂടെ എനിക്ക് കണ്ടിട്ടുണ്ട്. അതൊന്ന്. പിന്നെ പപ്പായയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ചെറുതായിരിക്കുന്ന കാലത്ത്, അതായത് മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് തന്നെ ഈ അബോർഷൻ അന്ന് ലീഗലൈസ്ഡ് അല്ല. അതുകൊണ്ട് ഈ അബോർഷൻ ആകാൻ വേണ്ടി പച്ച പപ്പായ ഇടിച്ച് ചതച്ച് അതിൻ്റെ ചാറെടുത്ത് മുതിരയിൽ വേവിച്ച് കഴിച്ചിട്ടൊക്കെ വന്ന പെണ്ണുങ്ങൾ വന്ന് പറയും ഇതൊക്കെ കഴിച്ചിട്ടും എനിക്ക് അബോർഷൻ ആയില്ല. എന്നിട്ട് അബോർഷൻ അതിൻ്റെ പപ്പായിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ട്. ആ ആൽക്കലോയിഡ് യൂട്രസിനെ, അതായത് ഗർഭപാത്രത്തിനെ അമിതമായിട്ട് ചുരുക്കും. അപ്പോൾ അതിൽ ഇത് പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കുഞ്ഞ് വെളിയിൽ അബോർഷനായിട്ട് വരണമെന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ അത് അവർക്ക് സംഭവിച്ചില്ല. ചിലപ്പോൾ ചിലർക്ക് സംഭവിച്ചെന്ന് ഇരിക്കാം. അതായിരിക്കും ഈ പപ്പായയുടെ കൂടെ ഉള്ള അബോർഷൻ സാധാരണയുള്ളത്. അതായത് പഴുത്ത പപ്പായ ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ പൈനാപ്പിള് ഞങ്ങളെ ഒരു ലിറ്ററേച്ചറിലും ഞാൻ പഠിച്ചിട്ടില്ല പൈനാപ്പിൾ ഇതാണെന്ന്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ പേഷ്യൻസ് ഒക്കെ പറയുമ്പോൾ ശരി വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയും. കാരണം ഇനി പൈനാപ്പിൾ കഴിച്ചതുകൊണ്ട് ഒരു അബോർഷൻ ആവുകയാണെങ്കിൽ ഡോക്ടറാണ് കാരണക്കാരിയൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അത്ര ഞാൻ എപ്പോഴും പറയും അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ കഴിക്കണ്ടെന്ന് പറയണില്ല, കഴിക്കാമെന്നും പറയണില്ല, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയും. മാഡം, ഈ ഗർഭധാരണത്തിനോടനുബന്ധിച്ച് ഏർലി പ്രഗ്നൻസിയിൽ എപ്പോഴും ഈ കുട്ടി എൻ്റെ വയറ്റിലുണ്ടാകുമോ, പുറത്തു പോകുമോ, ഇടയ്ക്ക് ആദ്യമൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു ഡെഫിനറ്റ് പ്രഗ്നൻസി ഒരു പക്ഷേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നിരിക്കാം. ചെറിയ രീതിയിലുള്ള HCG ഹൈക്ക് ചെറിയ രീതിയിലേ കാണുള്ളൂ. ഒരു പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്യാൻ ഒരു പക്ഷേ ആ സമയത്ത് സാധിക്കുന്നിരിക്കില്ല. അതുപോലെ തന്നെ UPT യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് വീക്ക്ലി പോസിറ്റീവ് ആവുക. ഇത്തരം സാഹചര്യങ്ങളിൽ എപ്പോഴും ഒരു ടെൻഷൻ നിറഞ്ഞ സമയമാണ്, പ്രത്യേകിച്ച് അമ്മയാവാൻ പോണ കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് സാധാരണ ഞാൻ ഫേസ് ചെയ്യുന്ന, ഞാൻ മാത്രമല്ല എന്നെ പോലെയുള്ള മിക്കവാറും ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വീക്ക്ലി പോസിറ്റീവ് എന്നുള്ളത് കറക്റ്റാണ്. ചിലപ്പോൾ മാസമുറ കറക്റ്റ് ആയിരിക്കില്ല.
മാസം കുറേ 28 30 ദിവസത്തിന് അല്ലാതെ 40 45 ദിവസമാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇത് കൺസീവ് ചെയ്യുന്നത് ലേറ്റായിട്ടായിരിക്കും. അപ്പം ഇത് പ്രഗ്നൻസി ടെസ്റ്റ് ആ 2 വരയ്ക്ക് പകരം 1 വീക്കായിരിക്കും. അപ്പം സംശയം വരും. അപ്പോഴേക്ക് ബീറ്റ HCG പറഞ്ഞല്ലോ. ബീറ്റ HCG എന്ന് വെച്ചാൽ ഈ ഭ്രൂണം യൂട്രസിൽ എപ്പോഴാണത് അറ്റാച്ച് ചെയ്യുന്നത് ആ സമയത്ത് ഹ്യൂമൻ കോറിയോണിക് കോൺട്രോട്രോപ്പിൻ എന്നൊരു ഹാർമോൺ നമ്മളെ ശരീരത്തിൽ വരും. അത് ആൽഫയും ഉണ്ട് ബീറ്റയും ഉണ്ട്. ആൽഫ വളരെ താമസിച്ചേ കിട്ടുള്ളൂ, ബീറ്റ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ബീറ്റയ്ക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ 28-ാം തീയതിയാണ് പീരിയഡിൻ്റെ വന്നെങ്കിൽ അടുത്ത പീരീഡ് 28-ാം തീയതി വന്നില്ലെങ്കിൽ 28-ാം തീയതി ചില സ്ത്രീകൾക്ക് റെഗുലർ പീരീഡ് ആണെങ്കിൽ നോക്കിയാലും പോസിറ്റീവ് കിട്ടും. അതേസമയം ഇപ്പോൾ ഇറഗുലർ പീരീഡ് ആണെങ്കിൽ 28-ാം തീയതി 30-ാം തീയതി നോക്കിയാലും നെഗറ്റീവ് കിട്ടിയാലും വി ക്യാൻ ടെൽ. ഒരു ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നോക്കുക, പോസിറ്റീവ് കിട്ടണുണ്ട്. അപ്പം നമ്മൾ ആ പേഷ്യൻസിനെ പിന്നെ ബ്ലഡ് ടെസ്റ്റ് നോക്കണം. ഇത് ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ മനസ്സിലാവും നമുക്കൊരു ഒരു വാല്യൂ കിട്ടുമ്പോൾ യെസ് ഈസ് പ്രഗ്നന്റ്. ദെൻ ഒരു ആഫ്റ്റർ 48 hours അല്ലെങ്കിൽ 72 hours, അതായത് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യണം. അപ്പം ഇത് ഡബിളിങ് ആവും. ഇപ്പം 240 കിട്ടുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം 500 കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ ഈസ് ഹാവിങ് എ ഹെൽത്തി പ്രഗ്നൻസി. പക്ഷെ ഒരു ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു ചെറിയ പെർസെന്റേജ് ആൾക്കാർക്കെങ്കിലും ഈ അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ഒരു ഡെഫിനറ്റ് പ്രഗ്നൻസി, ഒരു യോക്സാക്ക് കാണാതാവുകയും ഒരു ഡെഫിനറ്റ് യോക്സാക്ക് ബീറ്റ HCG ഡബിൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാരുമുണ്ടോ? ആ ഒരു സമയത്ത് എപ്പോഴും പേടി എന്ന് പറയുന്നത് ഒരു എക്ടോപിക് പ്രഗ്നൻസി പലപ്പോഴും പെൺകുട്ടികൾ പേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എക്ടോപിക് പ്രഗ്നൻസി പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എക്ടോപിക് പ്രഗ്നൻസിക്ക് ഇത്രയും ദൂരം പോകേണ്ട ആവശ്യമില്ല. ഇപ്പം അതിനു മുമ്പ് സ്കാനിന്റെ ആവശ്യവും വരില്ല, ബീറ്റ HCGയുടെ ആവശ്യവും വരില്ല. അതിനു മുമ്പ് തന്നെ പേഷ്യന്റിന് കംപ്ലൈന്റ് പെയിൻ പറയും. പെയിൻ എന്ന് വെച്ചാൽ സിവിയർ പെയിൻ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഇൻഡിക്കേഷനാണ്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അബ്ഡോമൻ പാൽപേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നോട്ട് എ നോർമൽ പ്രഗ്നൻസി, എക്ടോപിക് ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പേഷ്യൻ്റെ വൈറ്റൽസ്, അതായത് പൾസ്, BP ഇതെല്ലാം ഫോൾ വരും. ആൻഡ് പേഷ്യൻറ്റ് മേ നോട്ട് ഏബിൾ ടു സ്റ്റാൻഡ്, ഫെയിൻറ്റ് ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ സ്കാനിൻ്റെ ആവശ്യം പോലും ഇല്ല. പണ്ട് സ്കാൻ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വി ക്യാൻ ഗോ സ്കാൻ ഓർ എനിത്തിങ്, വി ക്യാൻ ഇന്റർഫിയർ ആൻഡ് സേവ് ദ ലൈഫ് ഓഫ് ദ പേഷ്യൻസ്. തീർച്ചയായിട്ടും മാഡം. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഏർലി പ്രഗ്നൻസിയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടി അല്ലെങ്കിൽ അബോഷനായി, പ്രത്യേകിച്ച് ഒരു റിപ്പീറ്റഡ് അബോഷൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് അടുത്തതും ഈ പ്രഗ്നൻസിയും അബോഷൻ ആകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ നെറ്റിലൊക്കെ സർഫ് ചെയ്തതിന് ശേഷം തുടക്കത്തിൽ തന്നെ ചില ഹോർമോൺ ഗുളികകൾ കഴിക്കണം എന്ന് ഡോക്ടറോട് പറയുന്ന പേഷ്യൻസ് പോലും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരം ആവശ്യം നമുക്ക് യഥാർത്ഥത്തിലുണ്ടോ? തീർച്ചയായിട്ടും ചില സമയത്തുണ്ടാകാം. കാരണം ഈ ഒരു പ്രഗ്നൻസി ലോസ് എന്ന് വെച്ചാൽ ഒരു 15% റിസ്ക് ആണ്. 2 pregnancy 30% റിസ്ക് ആണ്. അങ്ങനെ പോകും. അപ്പോൾ ഇതിന്റെ കാരണം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസി ആകുമ്പോൾ ഡോക്ടർ കുറ്റവാളിയല്ല, വന്നു സംഭവിച്ചു, ഇനി അടുത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്നതിനോടൊപ്പം തന്നെ പേഷ്യൻ്റെ ഈ പറഞ്ഞതുപോലെ ബീറ്റ HCGയുടെ കൂടെ ഇത് റിപ്പീറ്റഡ് ബീറ്റ HCG നോക്കണം. പിന്നെ ഒരു ഏർലി സ്കാൻ ഒരു 6 weeksലൊക്കെ നോക്കുമ്പോഴേക്ക് ഹാർട്ട് ബീറ്റ് കാണാം. പിന്നെ എഗെയിൻ ബീറ്റ HCG നോക്കാം. ചിലപ്പോൾ ഹാർമോൺ പ്രൊജസ്ട്രോൺ എന്നുള്ള ഹാർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതെല്ലാം കുറവ് വരികയാണെങ്കിൽ വി ക്യാൻ സപ്ലിമെന്റ് ഈ ഹോർമോൺസ് കൊടുക്കാം. എല്ലാ പേഷ്യൻസിനും ഏർലി പ്രഗ്നൻസിയിൽ ഫോളിക് ആസിഡ് കൊടുക്കണം. തീർച്ചയായിട്ടും മാഡം. എപ്പോഴും ഈ സ്കാനിനോടനുബന്ധിച്ച് എപ്പോഴും പറയാറുള്ളത്, പ്രത്യേകിച്ച് ഏർലി പ്രഗ്നൻസി ആയിരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ചില മോർണിംഗ് സിക്നസ് ഒക്കെ ചില കുട്ടികൾക്ക് ഉണ്ടാകാം. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഈ വയറ് നിറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ചെയ്യുന്ന സ്കാനുകൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട്, വയറിലൂടെ എടുക്കുന്ന സ്കാനാണോ വജൈനൽ സ്കാനാണോ ഏറ്റവും ക്ലിയർ ആയിട്ട് കിട്ടുക എന്നുള്ളത്. അതിലേതെങ്കിലും രീതിയിലുള്ള അർത്ഥമുണ്ടോ? അതും അർത്ഥമുണ്ട്. ഈ സ്കാൻ തന്നെ ആദ്യം ഈ പേഷ്യൻസിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളെ കുഞ്ഞിനെ കാണാൻ സാധിക്കും. ഒരു പാസീവ് വേ ഓഫ് കൗൺസിലിംഗ് മനസ്സിലാക്കി നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ നോക്കിക്കോളൂ, കുഞ്ഞിനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വജൈനൽ സ്കാനാണ് നല്ലത്. എന്നുവെച്ചാൽ വെരി ഏർലി പ്രഗ്നൻസി നല്ല നീറ്റായിട്ട് കാണണമെങ്കിൽ വജൈനൽ സ്കാൻ തന്നെ വേണം.
അപ്പോൾ പിന്നെ ബ്ലാഡറിൽ എത്ര വീർത്തിരുന്നാലും ഒന്നാമത് ഛർദിലിന്റെ കാരണം വെള്ളം കുടിക്കാൻ പറ്റില്ല. പിന്നെ ഇത് വീർത്തിരുന്നാൽ പോലും വയറ്റിൽ വെച്ചാൽ നോക്കിയാൽ അത്ര ഈസിയല്ല, വളരെ ഡിഫിക്കൽട്ടാണ്. ഇതാണെങ്കിൽ നമുക്ക് വളരെ സൂക്ഷ്മതയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രഗ്നൻസിയോടനുബന്ധിച്ച് ബഹുഭൂരിപക്ഷവും ആൾക്കാർക്കുമുള്ള ഒരു കംപ്ലൈന്റ് ആണ് യഥാർത്ഥത്തിൽ ചില പ്രത്യേക സ്മെല്ല് അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണത്തിനോട് ഇഷ്ടം തോന്നുക, മുമ്പ് കഴിച്ചിട്ടില്ലാത്ത ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണത്തിനോട് പോലും ഇഷ്ടം തോന്നുക, സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സോപ്പോ ഷാമ്പുവോ ഭക്ഷണമോ ഒക്കെ വെറുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യപ്പെടുക? ഇത് മാത്രമല്ല, ഹസ്ബൻഡ് അടുത്ത് വരുന്ന പോലും ഇഷ്ടമല്ല. ഈ പ്രഗ്നൻസിക്ക് കാരണക്കാരനായ ഹസ്ബൻഡിന്റെ വിയർപ്പ്, ഷർട്ട്, അത് അങ്ങനെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളുണ്ട്. അപ്പൊ ഇത് കാര്യം മനസ്സിലായല്ലോ. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഞാൻ പറയാറുണ്ട്, ഹസ്ബൻഡിന്റെ അടുത്ത് പോലും ഹസ്ബൻഡ് അങ്ങോട്ട് പോകണ്ട, അതിന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കണം. ആഹാരങ്ങളും അവർ പറയും, മിക്കവാറും പേർക്ക് ഈ പുളി മാങ്ങയൊക്കെ ഇഷ്ടമാണ്, പുളി ഇഷ്ടമാണ്, നെല്ലിക്ക ഇഷ്ടമാണ്. ഇഷ്ടമുള്ളത് കൊടുക്കുക. അതിൽ കുറച്ച് വിറ്റാമിൻസും മറ്റേ എനർജി കിട്ടുന്ന കാര്യങ്ങളും ഗ്ലൂക്കോസോ വല്ലതൊക്കെ വേണം. അപ്പോൾ അതുപോലെയുള്ള സപ്ലിമെന്റ്, നാരങ്ങ വെള്ളം, കഞ്ഞിയുടെ വെള്ളമാണ് ഏറ്റവും ഉത്തമം. നല്ല അരി വെച്ചുള്ള പൊടിയരി കഞ്ഞിയാണെങ്കിൽ അതിൽ ഉപ്പിട്ട് കൊടുത്താൽ സാൾട്ടായി, കാർബോഹൈഡ്രേറ്റായി. അങ്ങനെയുള്ള ലഘു പാനീയങ്ങൾ വളരെ നല്ലതാണ്. പിന്നെ മാറ്റി താമസിപ്പിക്കുക. ഇപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ കുട്ടി ചെന്ന് അമ്മയുടെ വീട്ടിൽ 2 ആഴ്ച നിന്ന് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ചില പേഷ്യൻസ് അങ്ങനെയും അല്ല, അവർക്ക് പിന്നും വോമിറ്റിംഗ് ആണ്. അത് വളരെ ക്രിട്ടിക്കലായിട്ട് വരുമ്പോഴേക്ക് നമ്മൾ ഡ്രിപ്പ് കൊടുക്കാറുണ്ട്. ഡ്രിപ്പ് കൊടുത്ത് ഹോസ്പിറ്റലൈസേഷൻ ചെയ്തതിന് ശേഷം നല്ലവണ്ണം കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. ഇത് ഒരു ഹോർമോൺ വ്യതിയാനത്തിന്റെ കൂടെ ഒരു തലച്ചോറിൽ വരുന്ന ഒരു വ്യതിയാനമെന്നാണ് എന്റെ നിഗമനം. മാഡം, ഈ ഗർഭധാരണത്തിനോടനുബന്ധിച്ച് ഏർലി പ്രഗ്നൻസി തൊട്ട് തന്നെ മിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം കുട്ടികളെന്നും പറയാം, അവർക്കൊന്നും ഈ ഓറൽ ഫുഡ് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഓറൽ, അതായത് ഒരു കട്ടിയുള്ള ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പുറത്തു പോകുന്ന ഒരവസ്ഥ, പെട്ടെന്ന് അനീമിക് ആവുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുക? തുടക്കത്തിൽ തന്നെ അയൺ ടാബ്ലറ്റ്സുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ കഴിക്കാമോ? ഇല്ല, തീർച്ചയായിട്ടും ഇത് ഒരു പേഷ്യന്റിന് ഒരു തിയറി ബുക്കിൽ വായിക്കും പോലെ അല്ല നമ്മൾ പേഷ്യൻസിനെ നോക്കി പ്രാക്ടിക്കൽ ലൈഫിൽ. പലവർക്കും പല വിധത്തിലാണ്. ചിലപ്പം സ്വന്തം അമ്മയുടെ പാരമ്പര്യമുള്ള കുട്ടികൾ കാണും. അമ്മയ്ക്ക് എണീക്കാൻ വയ്യാത്ത വിധത്തിലുള്ള തലകറക്കവും ഛർദിലും ആണെങ്കിൽ മകൾക്കും അങ്ങനെ വന്നെന്ന് വരാം. ചിലപ്പോൾ അച്ഛൻ്റെ സഹോദരിമാർക്കുള്ളത്, പെറ്റേണൽ ആർ മെറ്റേണൽ, ഏതെങ്കിലും ആ കുടുംബത്തിലുള്ളവർക്ക് ചിലർക്ക് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ പല വിധത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവരെ രോഗി എന്ന് പറയാൻ പാടില്ല. അവരെ ഈ സൈക്കോളജിക്കലി, അതായത് മാനസികമായി ഇവരെ എങ്ങനെയെങ്കിലും ഇതിന്റെ അറ്റൻഷൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെടുത്തണം. ഒന്നിൽ സീരിയൽ കാണണം, അല്ലെങ്കിൽ നിറ്റിങ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല ബുക്കുകൾ വായിക്കണം. ഒന്നുമില്ലെങ്കിൽ കടപ്പുറത്ത് പോയി തിരയെ നോക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരു അറ്റൻഷൻ മാറിയാൽ തീർച്ചയായിട്ടും വളരെയേറെ ഇത് കുറച്ചെടുക്കാം. പിന്നെ ഏറ്റവും വിഷമ അവസ്ഥയിൽ ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യേണ്ടി വരും. ഇതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ BP കയറും, ഹൈപ്പർ ടെൻഷൻ. ആൾറെഡി ചിലപ്പോൾ ഹൈപ്പർ ടെൻസീവ് ആയിരിക്കാം, അല്ലാതെ തന്നെ ഈ പ്രഗ്നൻസി ഹൈപ്പറെമിസസ് ഗ്രാവിഡാരത്തിൽ ചിലപ്പം ഹൈ BP വരും. അങ്ങനെയാണെങ്കിൽ BP നമ്മൾ കൺട്രോൾ ചെയ്യണം. അവരെ കിഡ്നി ഫങ്ഷൻ നോക്കണം, അവർ ലിവർ ഫങ്ഷൻ നോക്കണം, അവരെ വൈറ്റൽസ് എല്ലാം നോക്കി വളരെ അപൂർവമായ ചില കണ്ടീഷനിൽ അൺകൺട്രോൾഡ് BP റൈസ് ചെയ്താൽ അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഗർഭം ടെർമിനേറ്റ് അബോർഷൻ ചെയ്യേണ്ടിയുള്ള കണ്ടീഷന് വന്നേക്കാം. തീർച്ചയായിട്ടും ചില മൾട്ടിപ്പിൾ അബോർഷൻ ആയിട്ടുള്ള പേഷ്യൻസിനെ ചില പേഷ്യൻസിനെങ്കിലും സാധാരണഗതിയിൽ ഗർഭധാരണത്തിനോടനുബന്ധിച്ച് 2ാമത്തെ മാസമോ അല്ലെങ്കിൽ 3ാമത്തെ മാസം കഴിയുമ്പോഴോ സ്റ്റിച്ച് ഇടാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അത് എന്തിനാണ്? അതൊരു രോഗാവസ്ഥയിലാണോ യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റിച്ച് ഇടേണ്ടി വരുന്നത്? നമ്മളെ ഒരു കുടം പോലെയാണ് യൂട്രസ്, അതായത് ഗർഭം ധരിക്കാനുള്ള ഗർഭപാത്രം കുടം പോലെയാണ്. അപ്പൊ ഈ കുടം പോലെ ഇരിക്കുമ്പോഴേക്ക് ഈ വായ്വട്ടമാണ് ലൂസായിരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ വായ്വട്ടം ഇങ്ങനെ ലൂസായിട്ടിരിക്കുമ്പോഴേക്ക് ഈ ഗർഭം അത് നിൽക്കത്തില്ല, അതിങ്ങ് പോരും. അത് സാധാരണ ഒരു റിപ്പീറ്റഡ് അബോർഷൻ, അതായത് തുടർച്ചയായിട്ട് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അത് പെയിൻലെസ് ആയിരിക്കും, വളരെ കൂടുതൽ പെയിനൊന്നുമില്ല, പേഷ്യൻ്റ് അറിയാതെ തന്നെ ഇങ്ങനെ ചാടിപ്പോകും. അപ്പോൾ
ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചിട്ട് വെക്കും. സ്റ്റിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10 വീക്സ് തൊട്ട് 8-10 വീക്സ് സ്റ്റിച്ചിട്ടാൽ ഒരു 32-34 ആകുമ്പോഴേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പേഷ്യൻ്റ് അണീസിയായി ഒരു പ്രിമച്വർ ലേബർ വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ മാറ്റി കൊടുക്കാം. തീർച്ചയായിട്ടും ഗർഭധാരണത്തിനോടനുബന്ധിച്ച്, അതായത് ഈ ഇംപ്ലാന്റേഷന്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ ക്രാംസ് പോലെയുള്ള പെയിനുകൾ പേഷ്യൻസ് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്രാമ്പിംഗ് ടൈപ്പുള്ള പേഷ്യൻസ് പ്രീ മെൻസ്ട്രൽ പെയിൻ പോലെ, ഈ മെൻസസ് വരുന്നതിന് മുമ്പുള്ള ഒരു പെയിൻ പോലെ, അത് ഒരു ഇറിറ്റേഷൻ ആണ്. അത് ഇറിറ്റേഷൻ മേ ബി ഡ്യൂ ടു ദ റിലേഷൻ വിത്ത് ദ ഹസ്ബൻഡ് ആർ മേ ബി ഡ്യൂ ടു ദ ഈ കിടക്കയുടെ വ്യത്യാസം, അല്ലെങ്കിൽ ട്രാവൽസ്, അല്ലെങ്കിൽ ഈ സാധാരണ ഈ പെൺകുട്ടികൾ ധാരാളം വളരെ നേരം ഇരുന്നുള്ള ജോലി, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ക്രാംപ്സ് പോലെ വരുന്നത്. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ട്. ഡോക്ടർമാരൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയ ആ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ ശരിയാകും. തീർച്ചയായിട്ടും മാഡത്തിന്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഗർഭധാരണത്തിനെ കുറിച്ചും അതിന്റെ അവസ്ഥയെക്കുറിച്ചും അത് എത്രത്തോളം ലളിതമായിട്ട് എടുക്കണം എന്നുള്ളതിനെ കുറിച്ചും വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.